അപ്പോൾ ചെങ്ങന്മാരെ ഞാൻ ETO എൻ്റെ ജോയിനിങ് ആയി. സോ വെൽക്കം ടു മൈ ഫ്ലോട്ടിംഗ് ഹോം. നമ്മളെ ഷിപ്പ് എത്തിയിട്ടാ. ഇതാണ് നമ്മളെ ഷിപ്പ്. ചെങ്ങന്മാരെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന അതേ ദിവസം നമ്പർ 1 സ്റ്റിയറിംഗ് ഗിയർ ഫെയിലിയറായി. ഇന്ന് ജനുവരി 1, 2020 ന്യൂ ഇയർ ആണ്. അപ്പോൾ ഇന്നലെ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചീഫ് കുക്ക് നല്ല എന്താ പറയുക, മധുര പലഹാരങ്ങളും കേക്കും പല വെറൈറ്റീസ് ഓഫ് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാം ആസ്വദിച്ചു. പിന്നെ അത് മാത്രമല്ല പാട്ടും കൂത്തും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഷിപ്പിൽ ലോങ് വോയേജ് ആകുമ്പോൾ സീഫെയറേഴ്സ് അനുഭവിക്കുന്ന കുറേ മാനസിക പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ ചെറിയ ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, ചെറിയ ചെറിയ ഗെയിംസിൽ എൻഗേജ്ഡ് ആവുക, അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറ്. അത് മാത്രമല്ല ഡെയിലി നമ്മുടെ ടൈം സോൺ മാറും, നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ മാറും. ഡെയിലി ഓരോരോ ടൈം സോൺ അടിക്കും. അപ്പോൾ നമ്മളും നമ്മുടെ ഷിപ്പും നമ്മുടെ നാടും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചില സമയത്ത് വിളിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. കാരണം വിളിക്കുന്ന സമയത്ത് അവിടെ വേറെ നൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വർക്കിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നന്നായിട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ എൻഗേജ്ഡ് ആവും. അങ്ങനെ തള്ളി നീക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഷിപ്പിൽ കിട്ടുന്ന ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ റേഷനാണ്. അതും ചില സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത്ത് വീക്കായിരിക്കും. ചില ദിവസങ്ങളിൽ അതിന് പ്രോബ്ലം ഉണ്ടായിട്ട് 5-6 ദിവസങ്ങളൊക്കെ ഇൻ്റർനെറ്റ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരും ചിലപ്പോൾ ബുദ്ധിമുട്ടും. വിളിക്കാൻ കഴിയില്ല, അവിടെ എത്തിയെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും, നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിരുന്നാലും നമ്മൾ അതെങ്ങനെയൊക്കെയോ ചെറിയ പരിപാടികളും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തും അങ്ങനെ തള്ളി നീക്കും. അപ്പോൾ ചെങ്ങന്മാരെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ എഞ്ചിൻ്റെ എക്സോസ്റ്റ് വാൾവ് നമ്പർ 5 യൂണിറ്റ് മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻചാർജ് ഫസ്റ്റ് എഞ്ചിനീയറാണ്. ഫസ്റ്റ് എഞ്ചിനീയർ പറഞ്ഞാൽ ചില കമ്പനിയിൽ സെക്കൻഡ് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ തൊട്ട് താഴെയുള്ള റാങ്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ ടൂൾ ബോക്സ് മീറ്റിങ്ങും വർക്ക് പ്രിപ്പറേഷനും എല്ലാം കഴിഞ്ഞു. അവരിപ്പോൾ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ജസ്റ്റ് 2-3 അലാം വന്നപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോവാം. അപ്പോൾ ചെങ്ങന്മാരെ ഞാൻ മോർണിംഗ് ECR വിത്ത് തേർഡ് എഞ്ചിനീയർ. ഈസ് ഓൾസോ ഫ്രം കേരള. ഓക്കെ, ഈസ് ഫ്രം എറണാകുളം കടവന്തറ. അങ്ങനെ ഒരു ദിവസം ചെങ്ങന്മാരെ നമ്മുടെ ജനറേറ്റർ കൺട്രോൾ പാനൽ പണി വന്നു. 2 സിങ്ക്രണസ് ആയ ജനറേറ്റർ റൺ ചെയ്യുമ്പോൾ ലോഡിൽ ഭയങ്കര വ്യത്യാസം. ട്രബിൾ ഷൂട്ടിംഗ് പാനലിൽ നിന്ന് തുടങ്ങി എത്തിപ്പെട്ടത് ഞാൻ ഗവർണറിലാണ്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ മോട്ടറിൻ്റെ ബെയറിങ് പോയതാണ്. നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് ലോവറും റൈസും ചെയ്യുന്ന സമയത്ത് ഗവർണർ മോട്ടറിൻ്റെ ഗിയർ പ്രോപ്പറായി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ കയ്യിൽ പുതിയ ഗവർണർ മോട്ടർ ഉണ്ടായിരുന്നു. ഞാനത് ചേഞ്ച് ചെയ്തു, എന്നിട്ട് സിസ്റ്റം ട്രൈ ഔട്ട് ചെയ്തു. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ചെങ്ങന്മാരെ എപ്പോഴും ഈ ട്രബിൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജിയും ഭയങ്കര സന്തോഷമായിരിക്കും. हमारे शिप में लड़की कैम्ब्रोड हो लैबुआन हां हमें दिखनी दे क्या शाहरुखान जैसा चल ഓ കുറേ ചുറ്റി കാണാനുള്ള ഒരു വലിയ ടെമ്പിള്. ഇവിടെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ മെഴുത്തിരിയുണ്ട്. അങ്ങനെ ചെങ്ങന്മാരെ
നമ്മളെ പണി ഇങ്ങനെ ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കും. ചില ദിവസവും ഭയങ്കര സർപ്രൈസായിട്ട് ചില പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ അതപ്പോൾ തന്നെ സോൾവ് ചെയ്യുക. പിന്നീട് കെമിക്കൽ ടാങ്കർ കൂടിയാണല്ലോ, അപ്പോൾ ചറ പണിയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബോറടി ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ നോർമൽ റൂട്ടീൻ ആസ് പെർ PMSO അതല്ലാതെ നമുക്കുള്ള എക്സ്പീരിയൻസ് ത്രൂ നമുക്കറിയുന്ന കാര്യങ്ങളും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് തള്ളി നീക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ബോറടി ഉണ്ടാവില്ല. അങ്ങനെ 6 മാസം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ റിലീവർ വരും. ഈ പണിയെല്ലാം അവൻ്റെ തലയിൽ ഏൽപ്പിക്കും. പിന്നീടുള്ള 6 മാസം അവനങ്ങനെ നോക്കും. അപ്പം അങ്ങനെ അങ്ങ് പോകും.